ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം ജീവിതത്തിൽ ശീലാക്കിക്കോളൂ. എല്ലാ കാര്യങ്ങളിലേക്കുള്ള വാതിൽ തുറക്കപ്പെടും. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻപുരി. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഒരാള് വിദേശത്തു നിന്നാണ്. അദ്ദേഹം ചോദിച്ചു, തിരുമനസേ, നമുക്ക് നല്ല കാലമൊക്കെ ഉണ്ടാകണേൻ്റെ എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടാനുണ്ടോ? കഷ്ടകാലം ഉണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ സൂചനകളുണ്ട്. നല്ല കാലങ്ങൾക്കൊക്കെ വളരെ ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടോ? അടുത്ത വർഷം നന്നാവുമെന്ന് അറിയാൻ വേണ്ടിയാ, ചിങ്ങമാസമൊക്കെ വരുമല്ലേ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ നോക്കട്ടെ, ഞാനൊരു വീഡിയോയിലൂടെ പറയാം എന്നുള്ളത്. അപ്പം എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടെ കേൾക്കുന്നതാണ് എനിക്ക് സന്തോഷം പകരുന്നത്, ഒരാൾ മാത്രം കേൾക്കുന്നതല്ല. ഓരോ മനുഷ്യ ജന്മത്തിലും ഓരോ മനുഷ്യ ജീവിതത്തിനകത്തും ഓരോ വ്യക്തികളും രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ കരഞ്ഞ് കുതിർന്ന തലയണകൾ നനയുന്ന കാലഘട്ടങ്ങൾ നിരവധി കുടുംബങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. ഓരോ നിമിഷവും കലഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കുടുംബ പശ്ചാത്തലം നിറഞ്ഞ നിരവധി കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നാമം ജപാദികൾ ചെയ്തിട്ടും സന്തോഷകരമായ നിമിഷങ്ങളെ നൽകാൻ പറ്റാത്ത ഒരവസ്ഥകളുള്ള കുടുംബ ബന്ധങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അത്യാവശ്യം ഗുണഗുണങ്ങളുള്ള ഓരോ കുടുംബത്തിലും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും അത്യാവശ്യം വരുമാനമുള്ള, അത്യാവശ്യം ശ്രേഷ്ഠമായി നിൽക്കുന്ന വരുമാനമുള്ള, ജീവിച്ചു പോകാനുള്ള എല്ലാ സാമ്പത്തിക ചുറ്റുപാടുണ്ടായിട്ടും സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പത്തുണ്ടായിട്ട് പോലും അതുകൊണ്ട് പൂർണ്ണതയിലേക്ക് എത്താത്ത, അല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗ്രോത്ത്, സാമ്പത്തിക ഉയർച്ച എത്താത്ത വ്യക്തികൾ ഉണ്ടാവാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് നമുക്ക് കാരണങ്ങൾ വരുന്നത് പലവിധ കാരണങ്ങൾ വരാം. നിങ്ങളൊരു വിത്ത് എടുത്തു കഴിഞ്ഞാൽ ആ വിത്തിനെ നമ്മൾ മണ്ണിലിടുമ്പോൾ വിത്ത് വിചാരിക്കും എന്നെ ഇരുട്ടത്ത് കൊണ്ടിട്ടോന്ന്. ഇരുട്ടത്ത് കിടക്കണ ആ മണ്ണിൽ കിടക്കണ വിത്ത് പൊട്ടി മുളയ്ക്കുമ്പോൾ ഞാൻ മരിച്ചുപോയി എന്നാണ് ചിന്തിക്കുന്നത്, പൊട്ടി പൊളിഞ്ഞു പോയല്ലോ എന്ന്. പക്ഷെ പ്രകൃതിക്കറിയാം അത് വലിയൊരു വൃക്ഷമായി മാറാനുള്ള തയ്യാറെടുപ്പിലേക്കാണ്. അപ്പൊ ആദ്യം മണ്ണിലേക്ക് പോയ ഇരുട്ടത്ത് കിടന്നപ്പോഴും അത് പൊട്ടി തകർന്നപ്പോഴും അത് കണ്ടതുപോലെ, ആ വിത്ത് വിചാരിച്ചതുപോലെയല്ല പിന്നെ അതിൻ്റെ ജീവിതം വന്ന് അതൊരു നല്ല ചെടിയായി, നല്ല മരമായി, നല്ല വൃക്ഷമായി പ്രകൃതി നമുക്ക് തന്നു. ഒരു കിടക്കുന്ന കരിങ്കല്ല് ഒരു ശില്പി എടുത്തിട്ട് അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങൾ അതിനെ ചുറ്റികൊണ്ട് ഞാഞ്ഞിടിക്കുമ്പോഴും ആ കല്ല് നിരീച്ചു എന്നെ വേദനിപ്പിക്കുകയാണെന്ന്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ മുറിച്ച് കളയുമ്പോഴും ആ കല്ല് നിരീച്ചു എൻ്റെ ഓരോ അംഗങ്ങൾ നശിപ്പിക്കുകയാണ്. അവസാനം അതൊരു രൂപമായി മാറി അതിനെ ഭംഗിയുള്ള ശില്പമായി ആൾക്കാർ ആസ്വാദനത്തോടെ നോക്കാൻ തുടങ്ങിയപ്പോൾ ആ കല്ലിനു മനസ്സിലായി ഞാൻ സഹിച്ച വേദനകൾ ഇത്രയും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു എന്ന്. ഒരു താമര ചെളിച്ചെണ്ടിൽ നിൽക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ചെളിക്കകത്ത് നിൽക്കുന്ന താമരയിൽ നിന്ന് വരുന്ന ആ താമര, അതിൽ നിന്ന് വരുന്ന പൂക്കളെ നോക്കൂ. അപ്പൊ എത്ര ചെളിയിലാണേലും അത്രയും ഭംഗിയുള്ള ഒരു പുഷ്പത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ചെളിക്ക് എന്താണ് അവിടെ കാര്യം? ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇരുട്ടിക്കിടക്കണ വിത്ത് വൃക്ഷത്തെ സമ്പാദിച്ച പോലെ, ശില്പി ഒരു കല്ലിനെ വിഗ്രഹമാക്കിയ പോലെ, ചെളിക്കകത്ത് താമര എന്ന മഹത്തരമായ കാണാൻ ഭംഗിയുള്ള പുഷ്പത്തെ സൃഷ്ടിച്ച പോലെ, ഓരോ വേദനകളും ഓരോ ഐശ്വര്യത്തിലേക്കുള്ള കാവൽ വാതിലാണ്, നമ്മുടെ വാതിലാണ്. അതായത് ആ നല്ല കാലം വരൂ ഇതിലേ എന്ന് നമ്മളെ വിളിക്കുന്ന ഇതിലെ വാതിൽ, അതാണ് നമ്മുടെ ഓരോ സങ്കടങ്ങളും. നമ്മളെ അതിലേക്ക് പര്യാപ്തമാക്കുന്നതാണ് പ്രകൃതി. ആ പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മളെ അതിലെ പര്യാപ്തമാക്കുകയാണ്. അങ്ങനെയാണ് ഈ പാണ്ഡവര് പോലും, നമ്മൾക്കറിയാം, പാണ്ഡവര് പോലും എന്താ പറയണേ, ഏറ്റവും കൂടുതൽ ധർമ്മത്തിന് വേണ്ടി വാദിച്ച് ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് ധർമ്മത്തിലായെങ്കിലും അവരെന്ത് പറ്റി? അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു, വനവാസം പോയി, എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചു. പക്ഷേ സുനിശ്ചിതമായ വിജയം അവർക്ക് വീണ്ടും നേട്ടിക്കൊടുത്തു. പൂർണ്ണ ധർമ്മപക്ഷത്ത് നിന്നിട്ടും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഓരോ സങ്കടങ്ങളും ഓരോ കരച്ചിലുകളും ഓരോ പരാജയങ്ങളും ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അന്നാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതൊന്നും കണ്ട് നമ്മൾ പതറണ്ട. നമുക്ക് ഇവിടുന്ന് ഒരു വാതിലുണ്ട്, നന്മയിലേക്ക് രക്ഷപ്പെടുന്ന വാതിലുണ്ട്. എന്താണ് നമ്മളെ താത്വികമായി നശിപ്പിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്
നമ്മളെ എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തതുപോലെ പലപ്പോഴും ജീവിക്കുന്നത്. ഒന്ന് നമ്മളിൽ നിറയുന്ന അഹങ്കാരം, ഒന്ന് നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ, 3 അനാവശ്യമായി നിൽക്കുന്ന ബന്ധങ്ങൾ, അനാവശ്യമായി തെറ്റായി നിൽക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതും ചീത്തയുമായ 5 ദുശ്ശീലങ്ങൾ, 4 ദുശ്ശീലങ്ങൾ. ഒരുവനെ അഹങ്കാരിയാക്കുന്ന അഹങ്കാരകരമായ ജീവിതം അവൻ്റെ നാശത്തിലേക്കാണ്. തെറ്റായി നിൽക്കുന്ന അല്ലെങ്കിൽ തെറ്റായ തീരുമാനം എടുക്കുന്ന ഒരിക്കലും നന്നാവില്ല. തെറ്റായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരിക്കലും നന്നാവില്ല. അതുപോലെ തന്നെ ദുശ്ശീലങ്ങളിലുള്ള സഞ്ചാരം. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ പോലെ തൂഫാനിലൂടെ കേരളത്തെ അദ്ദേഹം എന്താ പറയുക പുനർജനിപ്പിക്കുകയാണ്. നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ്. എന്താ പറയണേ, പാണ്ഡവർ ചെയ്ത പോലെ തന്നെ ഒരു കർമ്മമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ അതുപോലെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന്, തെറ്റായ ശീലങ്ങളിൽ നിന്ന് മാറുക. അതാണ് ഒരു നല്ല കാലം വരുന്നതിൻ്റെ ആദ്യ ലക്ഷണം. നിങ്ങൾ അഹങ്കാരിയാണോ? അഹങ്കാരം മാറ്റുക. തെറ്റായ തീരുമാനം എടുക്കുന്നത് ശരിയാണെന്ന് 1000 വട്ടം ആലോചിക്കുക. തെറ്റായ ബന്ധങ്ങളുണ്ട്, അതെല്ലാം ഇല്ലാതാക്കുക. തെറ്റായ സ്വഭാവങ്ങളുണ്ട്, അതിനെ ഇല്ലാതാക്കുക. ഈ 4 കാര്യം ചെയ്തു നോക്കൂ. അപ്പോൾ തന്നെ നമ്മുടെ വിജയത്തിൻ്റെ കവാടത്തിലേക്കുള്ള ആദ്യ പടിവായി. അപ്പം അതുകൊണ്ട് രക്ഷപ്പെടാൻ, കഷ്ടകാലം മാറി രക്ഷപ്പെടാനുള്ള, നല്ല കാലം വരാനുള്ള ആദ്യത്തെ തീരുമാനം ഈ 4 നമ്മളിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ആധ്യാത്മികപരമായിട്ട് കഷ്ടകാലത്തിൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അതിൽ നിന്ന് നല്ല കാലത്തിലേക്ക് വരാനുള്ള പ്രചോദനമാണ് കഷ്ടകാലം എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മളിപ്പോൾ എന്താ പറയണേ, നമുക്ക് അമ്പലത്തിൽ പോകാൻ തോന്നാതിരിക്കുക നമ്മുടെ കഷ്ടകാലമാണ്. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് മതിയാകുന്നില്ല, നമ്മുടെ നല്ല കാലമാണ്. നമുക്ക് വൈകുന്നേരമായ നാമം ജപിക്കാൻ തോന്നണില്ല, നമുക്കൊന്ന് തൊഴാൻ പോലും തോന്നണില്ല, അത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള ചിന്തകളാണ്. അല്ല, നമുക്ക് തൊഴാൻ മാത്രമല്ല, അവിടെ ഇരുന്ന് നാമം ജപിച്ചിട്ട് മതിയാകുന്നില്ലെങ്കിൽ നമുക്ക് നല്ല കാലത്തിലേക്കുള്ള തുടക്കമാണ്. ആൾക്കാർ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുന്നു, നല്ല കാലമാണ്. ആര് കണ്ടാലും മിണ്ടല്ല, ദേഷ്യത്തോടെ നോക്കണം, കഷ്ടകാലമാണ്. ബന്ധുമിത്രാദികളൊക്കെ എതിരാവണം, കഷ്ടകാലമാണ്. ബന്ധുമിത്രാദികളൊക്കെ എന്തുണ്ട് വിശേഷത ചോദിക്കണോ, അനുകൂലമാണ്. ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ മാന്യമായ സ്ഥാനം ലഭിക്കുന്നു, നല്ല കാലമാണ്. നമ്മൾ സദസ്സിൽ ചെല്ലുമ്പോൾ ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, കഷ്ടകാലമാണ്. നമ്മളൊരു അഭിപ്രായം പറയുന്നു, ആൾക്കാരത് അനുസരിക്കുന്നു, നല്ല കാലമാണ്. ആരും ഒന്നും കേൾക്കണില്ലേ, കഷ്ടകാലമാണ്. മാസം 50,000 സാലറി ഉണ്ട്, 1-ാം തീയതി സാലറി കിട്ടി, 20-ാം തീയതി ആകുമ്പോൾ 50,000 തീർന്ന് അടുത്തോട് കടം മേടിക്കണം, കഷ്ടകാലമാണ്. ഭഗവാൻ ശ്രീ ഭഗവതി കൂടെയില്ല, ഭഗവാന്റെ അനുഗ്രഹവും ഇല്ല. 50,000 രൂപ നമ്മൾ ശമ്പളം മേടിക്കുന്നു, 30,000 നമ്മൾ സേവ് ചെയ്യണു, ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്, ദൈവാനുഗ്രഹമുള്ള ആളാണ്. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുട്ടികളും ഒക്കെ സുഖമാണ്, സന്തോഷമാണ്. അവർ കുടുംബത്തിലൊക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ സംസാരിക്കുക, നല്ലത് പറയുക, വഴക്കില്ലാതിരിക്കുക. കുടുംബത്ത് നല്ല കാലമായി. കുടുംബത്തെ മിണ്ടുമ്പോൾ കരയുക, അമ്മ ഒരു വഴി, അച്ഛനും വേറൊരു വഴി, പരസ്പര വിരുദ്ധമായ സംസാരങ്ങൾ, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കഷ്ടകാലമാണ്. നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റുക, ഭയങ്കരമാണ്. അന്നപൂർണ്ണ ഭഗവതി അനുഗ്രഹിക്കണല്ലോ, നല്ല കാലമാണ്. ആഹാരം വെച്ചിട്ട് പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവണം, കഷ്ടകാലമാണ്. നമ്മൾ അതിലേക്കുള്ള മാറ്റങ്ങൾ നമുക്ക് വന്നു തുടങ്ങിയാൽ, ഈ നല്ല കാലം എന്ന് പറഞ്ഞതിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയാൽ ഈശ്വരാനുഗ്രഹം നമുക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നോക്കണ്ടേ, ഒരു വ്യക്തിക്ക് ക്ഷേത്രവിശ്വാസിയാവാനോ, നാമം ജപിക്കാനോ, അമ്പലത്തിൽ പോവാനോ, ദൈവത്തെ പ്രാർത്ഥിക്കാനോ, ദൈവത്തെ കാണാനോ, ദൈവനിശ്ചയമായിട്ട് ജീവിക്കാനോ ഒരു മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെ കഷ്ടകാലത്തിൻ്റെ അവസാന കാലഘട്ടമായി എന്നുള്ളതാണ് സത്യമാണത്. അവന് ക്ഷേത്രത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ നാമം ജപിക്കാനോ തോന്നുന്നില്ല, അത് ചെയ്യണില്ല, എനിക്ക് മടിയാണ്, സമയമില്ല, എനിക്ക് തിരക്കാണെന്ന് ഒരുത്തം പറഞ്ഞു തുടങ്ങിയാൽ അവനെന്തോ വലിയ നാശത്തിലേക്കുള്ള യാത്ര തുടങ്ങിയെന്നതിൻ്റെ അർത്ഥം. അതിനുശേഷം വരുന്ന ഓരോ സുഖോപാധികളും, ഞാൻ മുൻ പറഞ്ഞ സുഖോപാധികളൊക്കെ നന്മയിലേക്കുള്ള, ഐശ്വര്യത്തിലേക്കുള്ള, നല്ല കാലത്തിലേക്കുള്ള തുടക്കങ്ങളായിട്ടാകട്ടെ. നല്ല വസ്ത്രങ്ങൾ ലഭിച്ചു തുടങ്ങുക, നല്ല ബന്ധങ്ങളുണ്ടാവുക, നല്ല സൗഹൃദങ്ങളുണ്ടാവുക, നല്ല സാമ്പത്തികപരമായ വരുമാനം കൂടുക, കുടുംബത്ത് മനസ്സമാധാനം ഉണ്ടാവുക, സമാധാനപരമായി ഉറങ്ങാൻ പറ്റുക, സമാധാനപരമായി പ്രാർത്ഥിക്കാൻ പറ്റുക, ഇതൊക്കെ നല്ല കാലത്തിൻ്റെ തുടക്കം തന്നെയാണ്. നല്ല ലക്ഷണങ്ങളാണ്, നന്മയാണ്, ഐശ്വര്യമാണ്. അതിനാദ്യമായി വേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ മാറ്റുക. ആ 4 മാറ്റി കഴിയുമ്പോൾ തന്നെ നമ്മൾ നന്നാവാൻ തുടങ്ങും.
അതുകൊണ്ട് നല്ല ശീലങ്ങൾ ഉണ്ടാവണമെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവണം. നല്ല ബുദ്ധി ഉണ്ടാവണമെങ്കിൽ നല്ല മെഡിറ്റേഷനും ഈശ്വരാനുഗ്രഹം വേണം. അപ്പം അതുകൊണ്ട് തന്നെ ശീലങ്ങളെ സ്വർഗീയവൽക്കരിക്കാൻ, ശീലങ്ങൾ നന്നാവാൻ, ദുശീലങ്ങൾ മാറി സുശീലങ്ങൾ വരാനായിട്ട് ഏറ്റവും ആദ്യം ഒരു മനുഷ്യന് വേണ്ട നാമജപമാണ്. അവൻ്റെ നാമജപത്തിലൂടെ കിട്ടുന്ന അവൻ്റെ ഊർജം, ആ സമയത്ത് അവൻ്റെ തലയ്ക്കകത്ത് വന്ന പ്രതിഭാസങ്ങൾ, ആ സമയത്ത് ഒരു നാമജപത്തിൽ ഒരു ഭഗവാനെ ധ്യാനിച്ച് ഇരിക്കുന്ന നിമിഷത്തിൽ അവൻ്റെ മെഡിറ്റേഷൻ, ആ മെഡിറ്റേഷനിൽ കിട്ടുന്ന അവൻ്റെ കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷനിൽ കിട്ടുന്ന അവൻ്റെ എയിം, ആ എയിമിലൂടെ കിട്ടുന്ന സക്സസ്, ആ സക്സസ് ആണ് ഒരുത്തരെ ഏറ്റവും നന്നാക്കണേ. അപ്പോൾ അതിന് ഏറ്റവും വേണ്ടത് ഈശ്വരവിശ്വാസം തന്നെയാണ്, നാമജപമാണ്. ക്ഷായത ഈ ക്ഷേത്ര എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി ആ ഭഗവാനെ പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുമ്പോൾ, ആ ഭൗമോർജത്തെ ആഗിരണം ചെയ്യുമ്പോൾ, ആ ഭൗമോർജത്തിലൂടെ നല്ല ബുദ്ധി വികസിക്കുമ്പോൾ, ആ ബുദ്ധി വികസിക്കുന്ന കാര്യങ്ങളിൽ കിട്ടുന്ന സക്സസ് റേറ്റ് അദ്ദേഹത്തെ നല്ല കാലത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ പറഞ്ഞ നല്ല കാലത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം വരാനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം ജീവിതത്തിൽ ശീലാക്കിക്കൊള്ളൂ. എല്ലാ കാര്യങ്ങളിലേക്കുള്ള വാതിൽ തുറക്കപ്പെടും, എല്ലാ നന്മയിലേക്കുള്ള വാതിൽ തുറക്കപ്പെടും, എല്ലാ ഐശ്വര്യത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടും. നമസ്കാരം. ഗോവിന്ദൻ പുരി.